പ്രൈസരോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചനം ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ. ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ചു. ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും ഹല്ലേലൂയ അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരഞ്ഞി. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. എന്താണ് വായിച്ചത്? ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേക സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു തിരിഞ്ഞ് അവരെ നോക്കി. എന്നിട്ട് യേശു പറയാ, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ പടയാളികൾ പിടിച്ച് ക്രൂശുമായി ചുമന്ന യേശുവിനെ കൊണ്ടുപോകുമ്പോൾ, ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർ കരഞ്ഞ് മുറയിടുന്ന ആ ഭാഗമാണ് അവർ വായിച്ചത്. അപ്പോഴാണ് യേശു പറയുന്നത്, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ടെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി കുരിശിൽ ക്രൂശിതനായി കിടക്കുമ്പോഴും യേശുവിനെ നിന്ദിച്ചവരും അപമാനിച്ചവരും പരിഹസിച്ചവരും കൂക്ക് വിളിച്ചവന്റെ മുഖത്തെ തുപ്പിയവനെ തല്ലിയവരും ബേൽസെബൂലാണ്, ചതിയനാണ്, കുലപാതകനാണ്, നീ പലരെയും രക്ഷിച്ചില്ലേ, നീ അങ്ങനെയാണ്, നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അപമാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവനെ കുരിശിൽ തറച്ച് അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് ചീട്ടിട്ട് ഹല്ലേലൂയ നോക്കിയവന്റെ കൈകളിൽ കരിമ്പാണി അടിച്ചിറക്കി ബിലാപ്പുറം കുത്തി തുറന്നു, ശരീരം ഉഴവിച്ചാല് പോലെ കീറി, തലിൽ മുൾക്കീരിയുടെ വടിച്ചിറക്കി. എന്തെല്ലാം ക്രൂരതയാണ് യേശുവിനോട് ഈ ലോകം ചെയ്തത്! എന്തുമാത്രം ക്രൂരത ചെയ്തിട്ടും, ഇത്രമാത്രം ക്രൂരമായ ഉപദ്രവം യേശുവെ ചെയ്തിട്ടും ഈ ഭാര്യമേറിയ ക്രൂശൻ ചുമന്ന് യേശു കാൽവറിയിലേക്ക് നടക്കുമ്പോൾ അവനെ അനുഗമിക്കുന്നവർ കരയുന്നുണ്ട്, വലിയ ജനസമൂഹം. പക്ഷെ അവിടെയും യേശു പറഞ്ഞ, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയെന്ന്. യേശു തന്റെ ജനത്തെ എത്ര സ്നേഹിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു സ്നേഹിച്ചതുപോലെ ഈ ലോകത്തിൽ ജനസമൂഹത്തെ, മനുഷ്യന്റെ പാപങ്ങൾ മറന്ന്, പാപങ്ങൾ ക്ഷമിച്ച് അവനെ സ്വന്തമെന്ന് ചേർത്ത് പിടിച്ച് അവനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല ഗുരു ഉണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ലോകത്തിൽ ഒരു ഗുരുവിനെ കാണിക്കാൻ പറ്റത്തില്ല, ഒരു മതപ്രമാണത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ സ്നേഹം ഏത് പ്രമാണത്തിൽ, ഏത് ഗുരുവിനുണ്ട്? ഏത് മതങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവിനെ കാണിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഞാനൊക്കെ പെന്തക്കോസ്തുകാരനായിട്ട് ജനിച്ചതല്ല, ഞാനൊക്കെ മറ്റ് സമൂഹത്തിൽ വിശ്വാസത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ട് യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്, യേശുവിന്റെ കരുതൽ എന്ന് പറയുന്നത്, യേശു തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തെ ചേർത്ത് പിടിച്ചെന്ന് പറയുമ്പോൾ മുഖപക്ഷം കൂടാതെ യേശു എല്ലാവരും ചേർത്ത് പിടിച്ചെന്നുള്ളതാണ്. നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ലായിരുന്നു. അവന്റെ അരികിൽ വരുന്നവരെ എല്ലാം ചേർത്ത് പിടിച്ച് അവരുടെ പാപത്തിന് പരിഹാരം വരുത്തി, ശുദ്ധീകരണം വരുത്തി, അവരെ ദൈവമക്കൾ പദവി കൊടുക്കുക, മാത്രമല്ല സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി മാറ്റുന്നു. നിത്യത എന്താണെന്ന് അവർക്ക് ബോധ്യം കൊടുക്കുന്നു. നിത്യജീവൻ എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. മനുഷ്യന്റെ മരണമുണ്ട്, മരണാനന്തര ജീവിതം എവിടെയാണ്, മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ച് മനുഷ്യനെ ബോധ്യമാക്കി, അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ മനുഷ്യനെ നൽകിക്കൊടുത്ത, ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ച കരുതിയ ഒരു ഗുരു ഈ ലോകത്തിലില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞ, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയി. ഞാൻ ഈ ക്രൂശ് ചുമക്കുന്ന പിതാവിന്റെ ദൗത്യമാണ്. ഞാനൊരു പാപിയായിട്ടോ ഒരു കൊലപാതകനായിട്ടോ ജനം എന്നെ വിളിച്ചു പറയുന്ന അസഭ്യം കൊണ്ടല്ലോ, അതൊന്നും മുഖാന്തരമല്ല ഞാൻ ഈ ക്രൂശ് ചുമക്കുന്നത്. നിങ്ങൾ പാപത്തിൽ മരിച്ചു കിടക്കുന്നവരാ, അകൃത്യത്തിൽ മരിച്ചു കിടക്കുന്നവരാണ്, നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടവരാ, നിത്യത കിട്ടാത്തവരാ, നിങ്ങൾ പാപത്തിന് ചെളിക്കുണ്ടി കിടക്കുന്നതാണ്. അതിൽ നിങ്ങളെ വിടുവിച്ചെടുക്കുവാൻ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഞാൻ ആ ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഈ കുരിശ് ഞാൻ ചുമക്കേണ്ടതാണ്. എന്നെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനം പൂർത്തീകരിക്കുന്നത് ഞാൻ ഈ കുരിശ് ചുമക്കണം. മാത്രമല്ല, നിങ്ങളെ പാപത്തിൽ സ്വതന്ത്രമാക്കുവാൻ, അടിമത്തിൽ സ്വതന്ത്രമാക്കുവാൻ കഴിയണമെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ക്രൂശ് ചുമതേ മതിയാകും.
അതുകൊണ്ട് യേശു ക്രൂശ് ചുമക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്, ആ ദൗത്യമാണ്, പിതാവ് ഏൽപ്പിച്ച ജോലിയാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊക്കെ അതിനെ നിസ്സാരമായിട്ട് തോന്നിയാലും യേശു പറയുന്ന ആ ഭാഗത്ത് യേശുവിന്റെ കരുതൽ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ ഒരു നല്ല വിശ്വാസി എപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഒരു നല്ല വിശ്വാസി എപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കകത്ത് എപ്പോഴും യേശുവിന്റെ ക്രൂശീകരണം ഉണ്ടാകും. നമ്മുടെ ഏത് പ്രസംഗത്തിനകത്തും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഉണ്ടായിരിക്കണം. കർത്താവ് യേശുവിന്റെ ക്രൂശില്ലാത്ത പ്രസംഗം എന്നൊക്കെ പറഞ്ഞ, ക്രൂശീകരണമില്ലാത്ത അഥവാ യേശു ഇല്ലാത്ത പ്രസംഗം എന്നൊക്കെ പറഞ്ഞാല് ആമ വെള്ളത്തിൽ ആണി അടിച്ചതുപോലെ. ഇന്ന് ലോകത്തിൽ അനവധി ബൈബിൾ പ്രഭാഷകരുണ്ട്. ഒരുപാട് ആളുകൾ ബൈബിൾ പ്രഭാഷണം നടത്തുന്നുണ്ട്. പ്രാസംഗികര് വളരെ പ്രാസത്തിനകത്ത് വളരെ ചെയ്യുന്ന, വളരെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ പലരുടെയും പ്രസംഗത്തിനകത്ത് യേശുവില്ല. പലരുടെയും പ്രസംഗത്തിനകത്ത് യേശുവില്ലെന്ന്, പലരുടെയും പ്രസംഗത്തിനകത്ത് യേശുവിന്റെ ക്രൂശീകരണമില്ല, യേശുവിനുള്ള സമർപ്പണമില്ല, യേശുവിനുള്ള കരുതലില്ല. എല്ലാവരും വയറിന് വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നവരാ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ക്രൂശീകരണമില്ലാത്ത പ്രസംഗങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞത് വെള്ളത്തിൽ ആണിയടിച്ച പോലെ. നിങ്ങൾ വെള്ളത്തിൽ ആണിയടിച്ച് നോക്കപ്പോൾ അറിയാം അതിന്റെ രുചി എന്താണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ. അല്ലേ? അപ്പൊ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊരു ബൈബിൾ പ്രഭാഷകനാണെങ്കിൽ അതിനകത്ത് യേശുവിന്റെ കരുതലുണ്ടായിരിക്കണം, യേശുവിന്റെ ക്രൂശീകരണം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു നല്ല വിശ്വാസി എന്ന് പറയുന്നവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എപ്പോഴും യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അവർ ഓർക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, നമുക്കറിയാം, നമ്മൾ നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ അവരെ വളർത്തി വലുതാക്കി എടുക്കണമെങ്കിൽ, അവരെ വളർത്തി വലുതാക്കി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മുടെ മക്കളോട് അറിയിക്കണം. ഹല്ലേലൂയ. നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ മക്കളുടെ കയ്യിലേക്ക് ഈ മൊബൈലൊക്കെ എടുത്തു കൊടുത്ത് അതിനകത്തെ കച്ചറയിലൂടെ കാണിച്ച്, അതിനകത്തെ അരാജകത്വങ്ങളെല്ലാം കാണിച്ച് കോമഡി സീരിയല്, റിയാലിറ്റി ഷോയും എന്ന് വേണ്ട സകല തോന്നിത്തരൂ. പിന്നെന്തോ ഗെയിം അല്ല, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് നിന്റെ കുട്ടിയെ വളർത്തിയാൽ അവൻ വളർന്നു വരുമ്പോൾ നിന്റെ ചെവിട്ടത്തവനടിക്കും. കണ്ടോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ലോകം മുഴുവൻ. മക്കളെ വളർത്തിയതിന്റെ കുഴപ്പം കണ്ട ഓരോ മാതാപിതാക്കൾ ഇന്ന് കഷ്ടം സഹിക്കുന്നത്. അതും അവനെ വളർത്തിയെടുത്തവൻ ചെറുപ്രായത്തിൽ തന്നെ നന്നായി വളർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എത്ര മാന്യമായിട്ട് ജീവിച്ചേനെ. എന്റെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് 8 മക്കളാണ്. ഞങ്ങളെ ഒന്നും നേരായിട്ട് വളർത്തിയവരല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തോട്ട്, തിരിച്ചറിവായ കാലത്തോട്ട് കള്ളുകുടിച്ച് വളരുന്ന ഭവനവും കള്ളുകുടിയന്മാരുടെ ഭവനങ്ങളായിട്ട് ഞങ്ങളുടെ ഭവനങ്ങളെ കണ്ടായി. അപ്പം ഞങ്ങളൊക്കെ വളർന്നു വന്നപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും വിരോധമായിട്ട് വളർന്നവരാ. പക്ഷെ ദൈവകൃപയെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചുകൊണ്ടാണ് ഇന്ന് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തലമുറയോട് ഞാൻ പറയട്ടെ, ഈ മാതാപിതാക്കളോട് പറയട്ടെ, ഇതിന്റെ മക്കളെ നേരായ ചൊവ്വായ വഴിയിലൂടെ നടത്തണം. യേശുവിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഹല്ലേലൂയ. പണ്ടത്തെ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ചെറുപ്രായം, ഇപ്പോഴത്തെ അല്ല, ചെറുപ്രായ പോകത്തെ, അന്ന് ഈ മൊബൈലും ഒന്നും ഇല്ലായിരുന്നു. അന്ന് അമ്മമാര് മക്കളെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് ചോറ് വാരി കൊടുക്കും. കാക്കയെ കാണിച്ചും കിളികളെ കാണിച്ചും പട്ടിയെ കാണിച്ചും പൂച്ചയെ കാണിച്ചും ഒക്കെ മക്കളെ വളർത്തിയിട്ടുണ്ട്. പിന്നെ നല്ല മാതാപിതാക്കള് യേശുവിനെ കുറിച്ചും കർത്താവിന്റെ പ്രവൃത്തിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും അതിന്റെ വർണ്ണനയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് വളർത്തിയ മക്കളൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ട് അവരുടെ തലമുറയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലേ? കാക്കയും പൂച്ചയും പട്ടിയും കാണിച്ചു കൊടുത്ത് വളർന്നതൊക്കെ പിന്നെ കാക്കയും പൂച്ചയും പട്ടിയും പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് പോകും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ മൊബൈൽ കാണിച്ച് വളർത്തുന്ന മാതാപിതാക്കളുടെ മക്കളൊക്കെ താന്തോന്നികളായിട്ട് മാറും. നിങ്ങൾക്ക് എന്ത് വേണേലും അടി കമ്മിറ്റ് ഇടാം, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനൊക്കെ വളരെ താന്തോന്നിയായിട്ട് ജീവിച്ചതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലേ? എന്നാൽ എന്നെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്. എനിക്ക് ബോധ്യമായി, ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ, യേശുവിനെ അറിഞ്ഞപ്പോൾ. അല്ലെങ്കിൽ യേശു പറഞ്ഞു, താൻ ക്രൂശ് ചുമക്കുന്ന സമയത്ത് യെരൂശലേം പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുക എന്ന് പറഞ്ഞ ദൈവവചനം ഞാൻ ചിന്തിച്ച്, എന്നെ ചൊല്ലി കരഞ്ഞ അനവധി ആളുകളുണ്ട്, എന്നെ കുറിച്ച് വിലപിച്ച ഒരുപാട് ആളുകളുണ്ട്. അതാണ് എന്റെ മാനസാന്തരം. മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കുവാൻ ഞാൻ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി എന്റെ കഴിഞ്ഞകാല പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിക്കുക എല്ലാ ദിവസവും ചെയ്യും കേട്ടോ.
അല്ലേ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മളങ്ങ് പുണ്യവാളനായിട്ടില്ല. പലരുടെയും ചിന്ത എന്താ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ട്, ക്ലീൻ ഷേപ്പ് ചെയ്തത് കൊണ്ടോ, നന്നായിട്ട് പ്രസംഗിക്കാൻ പഠിച്ചത് കൊണ്ടോ, ബൈബിൾ കൈ കൊണ്ട് നടന്നുകൊണ്ടോ, ഇപ്പോഴും ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അങ്ങ് പുണ്യവാളന്മാരാണെന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ പറയട്ടെ, നീയാണ് ഏറ്റവും വലിയ പാവി. അല്ലെ, നീയാണ് ഏറ്റവും വലിയ പാവി. നീ ദിനംതോറും മാനസാന്തരപ്പെടണം. ദിനംതോറും കർത്താവിന്റെ വരവ് വരെ നീ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. നീ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ മാനസാന്തര യോഗ്യമായ ഫലം കാണിച്ചുകൊണ്ടേയിരിക്കണം കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ. ഇത് നമ്മളുടെ അനുദിനം സംഭവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ പറയില്ലേ, വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് ഒരുപാട് കപട വേലക്കാർ, ആകാത്ത വേലക്കാർ നമ്മുടെ സഭയിലുണ്ട്. ആടുകളെ മോഷ്ടിക്കുന്ന ഒരുപാട് പേരില്ലേ. ആടുകളെ മോഷ്ടിക്കുക. ഇന്നത്തെ പല ഇടയന്മാരുടെ പണി എന്താണ്? ആടുകളെ മോഷ്ടിക്കുക, നുണ പറയുക, കപടം പറയുക, ആടുകളെ മോഷ്ടിക്കുക, തട്ടിക്കൊണ്ടു പോവുക, ഇന്നൊക്കെ കിഡ്നാപ്പ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇന്ന് പലരും. അല്ലേ? അതല്ല നമുക്ക് ക്രിസ്തുവിന്റെ സ്നേഹം. അപ്പൊ ഇവിടെ നമ്മൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കണ്ണുനീരോടുകൂടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടി നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടി നിന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടി നിന്റെ സമൂഹത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി, നിന്റെ ദൈവദാസന് വേണ്ടി, നിന്റെ ഇടയിന് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവളായിരിക്കണം. ഓരോ ദിവസവും നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് കണ്ണുനീരുണ്ടായിരിക്കണം. ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കകത്ത് യേശുവിന്റെ ക്രൂശീകരണം ഉണ്ടാകണം. ഹല്ലേലൂയ. നിനക്ക് പറയാൻ കഴിയുമോ, കർത്താവേ, ലോകത്തിലുള്ള സകല മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി അങ്ങ് ക്രൂശ് ചുമന്ന്, അങ്ങ് അനുഭവിച്ച വേദന, അങ്ങ് അനുഭവിച്ച പങ്കപ്പാടുകൾ, ക്രൂശിലെ കാൽവറിയിലെ പീഡാനുഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിന്റെ കണ്ണ് നിറയണം കേട്ടോ. ഹല്ലേലൂയ. കണ്ണ് നിറഞ്ഞിട്ട് ആത്മഭാരത്തോടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മുടെ ലോക രാജ്യങ്ങൾ പരസ്പരം തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുക യുദ്ധമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശത്ത് ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ദൈവമക്കളുമായിട്ട് ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ്? നമ്മുടെ സ്വന്തവും ബന്ധമൊന്നും അല്ല എല്ലാവരും. പക്ഷെ നമ്മുടെ സ്വന്തവും ബന്ധമൊന്നും അല്ലെങ്കിൽ ഇവരെല്ലാം നമ്മുടെ സ്വന്തമാണ്. അല്ലേ? നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ഒരുപാട് ദൈവമക്കളുണ്ട്. എല്ലാം ക്രിസ്തുവിൽ ഒരു അവയവങ്ങളാണെന്നുള്ള ചിന്തയോടെ മറ്റുള്ളവർക്ക് ഇവിടെ കരയുവാൻ തുടങ്ങണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വയറെന്നുള്ള ചിന്തയൊക്കെ വിട്ടിട്ട് നമ്മുടെ വയറ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, എനിക്കെന്നുള്ളത് വിട്ടിട്ട് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി കരയണം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി കരയണം. നേതാക്കന്മാർക്ക് വേണ്ടി കരയണം. ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. രക്താക്ഷയം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കണ്ണുനീരില്ലാത്ത പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ സഭയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപവാസ പ്രാർത്ഥനയ്ക്കും സഭായോഗത്തിനും ഈ മറ്റ് മീറ്റിങ്ങുകളിൽ ചില സഹോദരിമാരെയൊക്കെ കരഞ്ഞ് പ്രാർത്ഥനകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഞാനൊരു പാസ്റ്ററായതുകൊണ്ട് പറയാം. നിങ്ങൾ അവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവരൊരിക്കലും കരയുന്നില്ല. പക്ഷെ പ്രാർത്ഥന എന്താണ്? കരയുന്നത് പോലെ. അവരൊരിക്കലും കരയുന്നില്ല. അത് അഭിനയമാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അഭിനയം. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കഴിഞ്ഞ കൊണ്ട് തലപൊക്കിച്ച് അടുത്തിരിക്കുന്ന സഹോദരി അല്ലെ സഹോദരനെ നോക്കി ഇവൻ കണ്ടു ഇവന്റെ മുഖഭാവം എന്താണ്. ഞാൻ പലരെയും ശ്രദ്ധിക്കാം. ഞാൻ പരസ്യമായിട്ട് സഭയിലൊക്കെ പ്രസംഗിക്കാറുണ്ട്. കാരണം മാനസാന്തരം വേണമല്ലോ. അല്ലേ? നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന മാതാവിന്റെ ഭവനത്തിന്റെ സഹോദരന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. അവന്റെ പാപത്തിന്റെ പ്രവൃത്തി, അവൻ കടന്നുപോകുന്ന ശാപമായി ദോഷകരമായ ദൈവികമല്ലാത്ത അധാർമികമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ, നിന്റെ കുടുംബത്തെ കാണുമ്പോൾ നീ മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കുന്നവളാണെങ്കിൽ നിന്റെ പ്രാർത്ഥന കണ്ണുനീരായിരിക്കും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യുമെന്നല്ലേ നമ്മൾ സംഗീതനൊക്കെ വായിക്കുന്നത്. അപ്പൊ കണ്ണുനീരോടെ വിതയ്ക്കണം. അല്ലെങ്കിൽ അപ്പൊ ദൈവത്തിന്റെ വചനമൊക്കെ അപ്പൊ നമുക്കറിയാം, യേശു ക്രൂശിൽ കിടന്ന് ഇത്രമാത്രം അപമാനം ഏൽക്കുമ്പോൾ, യേശു ക്രൂശിൽ കിടന്നിട്ട് അപമാനം നല്ലതാരും യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല. വന്നവരെല്ലാം അവനെ കണ്ട് തലകുലുക്കി കൂക്ക് വിളിച്ച് അവരെ അപമാനിച്ചവരാ. ആ കാര്യരുമ്പാണിയാൽ തറയപ്പെട്ട് കിടക്കുമ്പോൾ, കാലുകൾ വേദനയാൽ ഭാരപ്പെടുമ്പോൾ, ശിരസിൽ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോൾ, അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമായി നമ്മുടെ കർത്താവ് ക്രൂശിൽ വേദന കൊണ്ട് പിടയുമ്പോൾ, ഹല്ലേലൂയ,
നമ്മുടെ കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ എന്താ? ഹല്ലേലൂയ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കേണമേ. അത് കരുതലല്ലേ? അത് ഭയങ്കര കരുതലാണേ. നമുക്ക് അങ്ങനെയൊക്കെ കരുതാൻ കഴിയും. നമ്മളെ ആരെങ്കിലും ഒന്നടിച്ചാൽ നമ്മൾ നാലടിക്കും അല്ലേ? നമ്മളെ ആരെങ്കിലും ഒന്നടിച്ചാൽ നമ്മൾ നാലടിക്കും. നമ്മളെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ നാല് പറയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാൻ അവക്കിട്ട് കൊടുക്കും, ഞാൻ അവനിട്ട് കൊടുക്കും, ഞാൻ അവന് പണി വെച്ചിട്ടുണ്ട്, അവക്കൊരു പണി വെച്ചിട്ടുണ്ട്, എൻ്റെ ഈ പേരുടെ സൂത്രങ്ങളുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ ആരാന്ന് അവർക്ക് അറിയാമോ, ഞാൻ ആരാന്ന് അവൻ അറിയാമോ, എൻ്റെ പാരമ്പര്യം അറിയും എന്നൊക്കെ ഈ ചില അഹങ്കാര വാക്ക് പറയുന്നവർ നമ്മുടെ ദൈവസഭയ്ക്കകത്തുണ്ട്. നീ ആരാണ്? കർത്താവിലെന്ന് നീ ആരാണിത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരാ, നീ ആരാ? ഇതൊക്കെ നമ്മൾ പറയുന്നേ. നീ ആ എന്ത് പുള്ളിയാണ്? നീ പക്ഷെ ബ്രൂസിലി ആയിരിക്കും. അത് കർത്താവിന് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് പണയാണ്. അപ്പൊ യേശു ക്രൂശിൽ കിടന്ന സമയത്ത് ഇത്രമാത്രം പങ്കപ്പാടുകൾ അനുഭവിക്കുന്നെങ്കിൽ യേശുവിന്റെ ഗിരിപ്രഭാഷണം നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ ഗിരിപ്രഭാഷണം എന്തായിരുന്നു? യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞൊരു ഭാഗമുണ്ട്. യേശുവിന്റെ ഗിരിപ്രഭാഷണം എല്ലാം വളരെ മനോഹരമാണ്. അത് ഗിരിപ്രഭാഷണം സ്വാധീനിച്ച അനവധി മഹാന്മാരുണ്ട്. ഇന്ത്യയുടെ മഹാത്മാഗാന്ധി അടക്കം അനവധി ആളുകളെ ഗിരിപ്രഭാഷണം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിനകത്ത് യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പേ പറഞ്ഞൊരു ഭാഗമുണ്ട്. എന്താണ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, ഹല്ലേലൂയ, അതിന് 44 വാക്യങ്ങൾ, ഹല്ലേലൂയ, 45 വാക്യം. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. യേശു പറയാണ്, ഞാനും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പൊ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഈ ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്. ഹല്ലേലൂയ. ഏതെങ്കിലും മതത്തിന്റെ ഗുരുക്കന്മാർ, മത നേതാക്കന്മാർ ശത്രുക്കളെ സ്നേഹിപ്പാൻ പറഞ്ഞൊരു ചരിത്രമുണ്ടോ? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ഏതെങ്കിലും ഗുരുക്കന്മാരുണ്ടോ? ഇന്നത്തെ മതം എന്താണ്? മതം എന്ന് പറഞ്ഞ ഇന്നത്തെ രാഷ്ട്രീയം. മതവും രാഷ്ട്രീയവും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒരു നോട്ടിന്റെ ഒരു തുട്ടിന്റെ അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ, ഒരു തുട്ടിന് രണ്ട് വശം ഉണ്ടല്ലോ. നിങ്ങളൊരു 5-ന്റെ തുട്ടെടുത്ത് അപ്പുറം ഇപ്പുറം ഉള്ള പോലെ, ഒരു നോട്ടെടുത്ത് അപ്പുറം ഇപ്പുറം ഉള്ളതുപോലെ എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് ഇന്നത്തെ മതവും രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും അത് തന്നെയാ, മത നേതാക്കന്മാരും ഇത് തന്നെയാ, ഒരു തുട്ടിന്റെ അങ്ങേപ്പുറം ഇങ്ങേപ്പുറം പോലെ തന്നെയാ. അപ്പൊ ഈ മത നേതാക്കന്മാരൊക്കെ എന്താ പറയുന്നത്? അവർക്ക് രാഷ്ട്രീയം വളർത്തണം, മതങ്ങൾ വേണം. മത നേതാക്കന്മാർ എല്ലാവരെയും കൊല്ലുവാനുള്ള ആഹ്വാനം കൊടുക്കുന്നത്. ലോക ചരിത്രത്തിൽ പഠിച്ച മതത്തിന്റെ നേതാക്കന്മാരെല്ലാം തീവ്രവാദം, ഭീകരവാദം, വർഗീയത വളർത്തുന്നവരാ. അവരുടെ ഉള്ളിൽ മതത്തിന്റെ സ്നേഹം, മതം എന്താ? മതം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, വർഗീയതയുടെ വിത്തുകൾ പാകിയതാണ് മത നേതാക്കന്മാരുടെ, മത ഗുരുക്കന്മാരുടെ ഹൃദയം എന്ന് പറയുന്നത്. അതാണ് രാഷ്ട്രീയക്കാര്. അതുകൊണ്ടാണ് ഇവരെ കൊല്ലുവാൻ ആഹ്വാനം കൊടുക്കുന്നത്. ഇന്ന് ലോക രാജ്യങ്ങളിൽ സംഭവിക്കുന്നതല്ലേ? ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ലോക രാജ്യത്ത് യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ? ലോക രാജ്യങ്ങൾ അണ്വായുധങ്ങൾ, അണുബോംബുകൾ നിർമ്മിക്കണോ? വലിയ വലിയ മിസൈലുകളും അല്ലെങ്കിൽ റോക്കറ്റുകളും അതുപോലെ ഷെല്ലാക്രമണങ്ങളും ഒക്കെ നടത്തേണ്ട കാര്യമുണ്ടോ? ബോംബിടേണ്ട കാര്യമുണ്ടോ? ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുവാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുവാൻ കഴിയുന്ന ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. മറ്റൊരു മതത്തിനുമില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഒരു മതത്തിന്റെ നേതാവല്ല. യേശു ഒരു മതം ഉണ്ടാക്കിയില്ല. യേശു ഒരു മതത്തിന്റെ നേതാവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്നവര് പറഞ്ഞേനെ, ഇന്നത്തെ മത നേതാക്കന്മാർ പറഞ്ഞേനെ. പക്ഷെ യേശു ഒരു മതമല്ല, ഒരു മത നേതാവല്ല, ഒരു രാഷ്ട്രീയക്കാരനല്ല. യേശു സകല ജനത്തിന്റെ രക്ഷകനാണ്. സകല ജനത്തിന്റെ രക്ഷകൻ, സകല പാപിയുടെ രക്ഷകൻ. ഈ ഭൂമിയിൽ മരിച്ചു പോയവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജനിക്കാൻ പോകുന്നവരുടെ രക്ഷകനാ. ആമിൻ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരും ചെറിയവരും സവർണനും അപർണനും വായിക്കുന്ന ഏതെല്ലാം ജനമുണ്ടോ, ഏത് വനാന്തരത്തിൽ താമസിക്കുന്നതിനും ജനവുമായി യാതൊരു സമ്പർക്കവും ഇല്ലാത്തവനായിരുന്നാലും അവരുടെ എല്ലാം രക്ഷകനായി യേശു.
അപ്പൊ യേശുവിനെ കുറിച്ച് ഇന്നും ലോകം എന്തെല്ലാം പറയുന്നുണ്ട്. യേശുവിനെ കുറിച്ച് ഇന്ന് ലോകം എന്തെല്ലാം പറയുന്നു. യേശുക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് ലോകം എന്തെല്ലാം പറയുന്നുണ്ട്. അവരും വാളും വടിയും ബോംബും മിസൈലും ഒന്നും എടുത്തോണ്ട് വരുന്നില്ലല്ലോ. ഞങ്ങളാരും ആയുധം എടുത്തോണ്ട് വരുന്നില്ല. കാരണം എന്താണ്? ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചത്, ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചത്, ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് തെറ്റിദ്ധരി രാഷ്ട്രീയ, ഞങ്ങളുടെ കർത്താവ് പഠിപ്പിച്ചത്, ഞങ്ങളുടെ രക്ഷകൻ പഠിപ്പിച്ചത്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരെ പഠിപ്പിച്ചത്, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ, കടാകത്തിന്റെ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഭരിക്കുന്നവൻ, കടലിനെയും കരയും നിയന്ത്രിക്കുന്നവൻ, ആകാശ മേഘങ്ങളെ നിയന്ത്രിക്കുന്നവൻ, പക്ഷെ പർവ്വജാതികൾക്ക്, ഇഴജാതികൾക്ക്, കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ സകല മത്സ്യങ്ങൾക്കും, അല്ലെങ്കിൽ കോടാനുകൂടി പക്ഷി പർവ്വജാതികളെ എല്ലാം ഒരേ സമയം ഒരേ കണ്ണുകൊണ്ട് കാണുന്നവൻ, അതിനിടയിൽ ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തെ ഒരേപോലെ കണ്ട് ജാതി പറയാതെ, വർഗം പറയാതെ, മതം പറയാതെ, വിവേചനം ഉണ്ടാക്കാതെ, വിഭാഗീയത ഉണ്ടാക്കാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് യേശു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് ആരും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ആയുധം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല, അണുബോംബ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല, അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല, തീവ്രവാദം പറഞ്ഞിട്ടില്ല, ഭീകരവാദം പറഞ്ഞിട്ടില്ല, വർഗീയത പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഗുരു പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കാൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. അതല്ലേ യേശു ക്രൂശിനെ കാണിച്ചത്. അപ്പൊ യേശു ഭാരമേറിയ കുരിശൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ വലിയ പുരുഷാരം അവനെ അനുഗമിച്ച് മുറയിടുന്ന അനവധി സ്ത്രീകളും. അപ്പോൾ യേശു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, അല്ലെങ്കിൽ എന്റെ സമയമായി, എന്റെ നാഴികയെടുത്തു, ഞാനിനി അല്പനേരം മാത്രമേ നിങ്ങളോട് കാണുകയുള്ളൂ. ഞാൻ അല്പസമയം കഴിയുമ്പോൾ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ഞാൻ ക്രൂശിക്കപ്പെടും. ഞാൻ ക്രൂശിക്കപ്പെടും, ഈ ഭൂമിയിൽ ഞാൻ മരിക്കും, മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ മരിക്കും, ദൈവം എന്ന നിലയിൽ ഞാൻ ഉയർക്കരുത് എന്ന് പറഞ്ഞാൽ യേശു ഭൂമി മനുഷ്യൻ എന്ന നിലയിൽ മരിക്കണം. എല്ലാ മനുഷ്യനും മരിക്കണമല്ലോ. അതുകൊണ്ട് യേശു ഭൂമിയിൽ മനുഷ്യൻ നിലയിൽ മരിക്കണം. എല്ലാ മനുഷ്യർക്കും ഒരു കല്ലറ കിട്ടുന്നു, യേശു ഒരു കല്ലറ കിട്ടണം. അതുകൊണ്ട് യേശു മരിച്ചു. യേശുവിനെ അവർ കൊന്നു. ആര്? ഈ ലോകം കൊന്നു. ഈ ലോകം കൊന്നു. ഇന്നും അതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന നേതാക്കന്മാരോട്, മതങ്ങളോട് പറയട്ടെ, നീയൊക്കെ യേശുവിനോട് ചെയ്തു തന്നെ ഇന്നത്തെ ഞങ്ങളോടും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭാരമൊന്നുമില്ല കേട്ടോ. അപ്പൊ യേശുവിനെ അവർ കൊന്നു, ക്രൂശിച്ചു, യേശുവിനെ കല്ലറയിൽ വെച്ചു. ആ 3-ാം നാൾ അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ മലക്കാര്യത്തിൽ മറിയേക്ക് എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാർക്കും 500-15 പേർക്കും 500-ലധികം പേർക്കും പ്രത്യക്ഷമായി. 40 നാളുകളിൽ ശിഷ്യന്മാരോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് നിയോഗം കൊടുത്തിട്ട് യേശു സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. പിതാവിന്റെ വലത്തെ ഭാഗത്ത് ഇന്നും മധ്യസ്ഥനയ്ക്കുന്നു തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ. അവൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞങ്ങൾ ആ വിശ്വാസത്തോടു കൂടി ഞങ്ങളും പറയുകയാണ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഉപദ്രവിക്കാൻ പ്രാർത്ഥിക്കണം. ആയുധ നിർമ്മാണം മാറ്റിവെക്കണം, ബോംബുകൾ മാറ്റിവെക്കണം, വർഗീയത മാറ്റിവെക്കണം. വാളും വടിയും കുറുവടി എടുത്തുകൊണ്ട് ജാതീയത പറഞ്ഞ്, അധികാരം പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കാൻ നീ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നീ ഒരു തീവ്രവാദി തന്നെയാണ്. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കും. അപ്പൊ യേശു പറയാണ്, ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് യേശു പറയാറുണ്ട്. നമ്മൾ ലേവ്യ പുസ്തകമൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. 19-18 ഉണ്ട്. എന്നാൽ കർത്താവ് ഹല്ലേലൂയ ഏറെ മുന്നോട്ട് ചെന്നിട്ട് പറയാണ് ശത്രുക്കളെ സ്നേഹിപ്പാൻ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഒന്നുകൂടെ മുന്നോട്ട് നടന്നിട്ട് യേശു ശത്രുക്കളെ സ്നേഹിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മക്കളെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ മക്കളോട് വിവേചനം കാണിക്കുക. നിനക്ക് 5 മക്കളുണ്ട്, 5 പേരോടും ഒരുപോലെ ഇടപെടാൻ, 5 മക്കളെ ഒരുപോലെ കാണാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ചില വീട്ടിൽ ചില മാതാവ്, അവള് പൊട്ടിയാന്നേ, അവൻ പൊട്ടനാന്നേ, എന്റെ ഇളയവനാണെങ്കിൽ നല്ല മിടുക്കനാണ്, പിന്നെ മൂത്തവൻ പൊട്ടനാ കുട്ടിയെ. ഇതൊക്കെ നീ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളെ ഭാവി തകർത്ത് കളയുന്നത്. ചില വീട്ടുകാർ മക്കളെ കൊണ്ട് ഒരു കഴിവുമില്ലെന്നോ. ചില വീട്ടുകാർ മക്കൾ അപ്പനെ അമ്മയും കൊണ്ട് ഒരു കഴിവുമില്ല. ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നീ വളർത്തിയതിന്റെ കുറവുകളാണ്. ഹല്ലേലൂയ. ദൈവഭയത്തിൽ മക്കളെ വളർത്തണം, അച്ചടക്കത്തിൽ അല്ലെങ്കിൽ മക്കളെ വളർത്തണം. ഹല്ലേലൂയ. അവിടെ നീ മാനസാന്തരപ്പെടണം. നീ ദൈവരാജ്യത്തിലേക്ക് പോകാനാണ്, സ്വർഗത്തിലാണ്, മരണാനന്തര നിത്യതയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം. അമ്മായിയമ്മയ്ക്ക് മരുമോളെ സ്നേഹിക്കാൻ കഴിയത്തില്ല, മരുമോൾക്ക് അമ്മായിയമ്മയെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഭയങ്കര തന്ത്രങ്ങൾ അവർ മെനയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം.
ലോകരാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി കൂട്ടുകൊണ്ടിരിക്കുക. മനുഷ്യൻ കിടന്നുറങ്ങാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതിരിക്കുമ്പോൾ, മനുഷ്യൻ കിടന്നുറങ്ങാൻ ഒരു വീടില്ലാതിരിക്കുമ്പോൾ, മനുഷ്യന് സ്വയമായി ജീവിപ്പാൻ മാർഗമില്ലാതെ ജോലിയില്ലാതിരിക്കുമ്പോൾ, ലോകരാജ്യങ്ങൾ മുഴുവൻ കോടിക്കണക്കിന് രൂപ വില കൊടുത്ത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുക. പട്ടിണി അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന, കണ്ണുനീരോടുകൂടി കടന്നു പോകുന്ന, വഴിയോരങ്ങൾ ആയിരിക്കുന്ന, ആരും ആശ്രയമില്ലാതെ ഒറ്റ ഒരു ഉടവില്ല, അറ്റുപോയ ആശ്വാസം അറ്റുപോയ ആശ്വാസം അറ്റുപോയ ആശ്രിതർക്ക് ഒരു ആലംബകനായി, ഒരു ആശ്വാസദായകനായി ഇവിടെ ഒരു മതനേതാവുമില്ല, ഒരു രാഷ്ട്രീയ നേതാവുമില്ല. അങ്ങനെ ഒരു നേതാവ് ഉണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുക കഴിയും. ആ നേതാവിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ യേശു കർത്താവാണ്. ആശയറ്റവർക്ക്, ആശ്വാസമറ്റവർക്ക് ആശ്വാസദായകനായി ആമേൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. സ്വർഗരാജ്യത്തിൽ ഒരു അണ്വായുധങ്ങളും ഇല്ല കേട്ടോ. ഒരു അണ്വായുധങ്ങളും, ഒരു മിസൈലും ഇല്ല സ്വർഗരാജ്യത്തിൽ. മിസൈലൊന്നുമില്ല, ബോംബൊന്നുമില്ല, ആമേൻ, അല്ലെങ്കിൽ പിന്നെ അണുബോംബ് നിർമ്മിത ഭൂമി ഒന്നുമില്ല അവിടെയുള്ള സ്വർഗരാജ്യത്തിലുള്ളത് എന്താ? കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സാറാഫുകളും വിശുദ്ധന്മാരും അടങ്ങിയ വലിയ സംഘത്തിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. അവിടെയാണ് എത്താൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു കരുതിയതുപോലെ നീ മറ്റുള്ളവരെ കരുതണം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ കരുതി, നിന്റെ അയൽവാസികളെ നിനക്ക് കരുതാൻ കഴിയുന്നുണ്ടോ? നിന്റെ സഹവിശ്വാസികളെ നിനക്ക് കരുതാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. കരുതുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കർത്താവിന് പഠിക്കണം. അപ്പൊ ശത്രുക്കളെ സ്നേഹിപ്പാൻ യേശു പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ശത്രുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ശത്രുവിനെ സ്നേഹിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവമില്ല. ഹല്ലേലൂയ. പ്രതികാരമാണ്. മനുഷ്യ ഹൃദയം മുഴുവൻ പ്രതികാര നടപടി കയറുന്നു. എന്നാൽ നിനക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിനക്കൊരു വിഷയമുണ്ടാകുമ്പോൾ, നീ ഒരു കണ്ണുനീരിന്റെ അനുഭൂതി കടലിലൂടെ കടന്നു പോകുമ്പോൾ, നീ ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടി വരുമ്പോൾ, നീ കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, ദൈവത്തിനെ നിലവിളിക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ നീ ആമേൻ വാതിലുടെ ചറയിൽ കടന്ന് ആമേൻ രഹസ്യത്തിലുള്ള എൻ്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യം മറുപടി നൽകുന്ന ഒരു നല്ല ഗുരുവുണ്ട്. അവൻ ക്രൂശിൽ മരിച്ച് കല്ലറയിൽ ഒതുങ്ങിയവനല്ല. കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിഞ്ഞില്ല. റോമൻ മുദ്രയ്ക്ക് ഒതുക്കുവാൻ കഴിഞ്ഞില്ല. റോമൻ പടയാളികൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നവനാ യേശു. എൻ്റെ ഏരിയ കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നവൻ. അവൻ ജയാളിയാണെന്ന് അവൻ ചെയ്യാം. മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, മരണത്തെയും പാതാളം സാത്താനെ ജയിച്ചവൻ, മരണത്തിന്റെയും പാദം താക്കുമ്പോൾ കൈവശമുള്ളവൻ, എൻ്റെ ഉന്നതനും ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസിയും പരിശുദ്ധനുമായവൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രം. അവൻ വർഗീയത ഉണ്ടാക്കാത്തവനാ, അവൻ തീവ്രവാദികളെ വളർത്താത്തവനാ, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാത്തവനാ, യുദ്ധത്തിന് ആഹ്വാനം കൊടുക്കാത്തവനാ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവിനെ പോലെ സ്നേഹമുള്ളവരാണ് നിങ്ങൾക്ക് കാണിച്ചു തരാവും. എന്നെ കേൾക്കുന്ന ലോക രാഷ്ട്ര തലവന്മാരോടൊക്കെ ചോദിക്കട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരോട് ചോദിക്കട്ടെ, എന്റെ യേശുവിന്റെ സ്നേഹം പോലെ സ്നേഹമുള്ള ഒരാളിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഒറ്റൊരുതിനെ കാണിച്ചു കഴിയത്തില്ല. മനുഷ്യരെല്ലാം കോപിക്കുന്നവരാ. മനുഷ്യന്റെ ജീവിതത്തിൽ പെട്ടെന്ന് കോപം വരും, ദേഷ്യം വരും. ദേഷ്യമില്ലാത്ത, കോപം വരാത്തവരാരുമില്ല. കോപം, ദേഷ്യം, ഈർഷ, പിണക്കം, പിന്നെ നുണ, ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന. നുണ പറയാൻ മനുഷ്യനെ പോലെ ബിരുദന്മാരെ വേറെ ആരുമില്ല. കാരണം മനുഷ്യനെ അത് ചെയ്യത്തുള്ളൂ. കാരണം മൃഗങ്ങൾക്ക് നുണ പറയാൻ അറിയത്തില്ല, ഈ നാൽക്കാലികൾക്കൊന്നും നുണ പറയാൻ അറിയത്തില്ല, പക്ഷിപറഞ്ഞാലുകൾക്കും നുണ പറയാൻ അറിയത്തില്ല, ആറ്റിലെ മത്സ്യങ്ങൾക്കും നുണ പറയാൻ, കാരണം അതുങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നുണ പറച്ചിലുമില്ല. പക്ഷെ മനുഷ്യൻ എങ്ങനെയാണോ? മനുഷ്യൻ നേരം വിളിക്കുമ്പോൾ ഇറങ്ങിക്കോളുക. നേരം വിളിക്ക് മക്കളെ നോക്കണ്ട, ഭാര്യയും നോക്കണ്ട, ഭർത്താവിനെ നോക്കണ്ട, ഉത്തരവാദിത്വം ഒന്നുമില്ല. എന്തെങ്കിലും ചിലക്ക് രാവിലെ കൊണ്ട് വീട്ടിലെ പണിയും തീർത്ത് അടുത്ത വീട്ടിലേക്ക് ഓടിക്കോളുക. എന്താ നുണ പറയാൻ വേണ്ടി? എന്നെങ്കിലും സൗകര്യം നീ അടുത്ത വീട്ടിൽ പോയി നുണ പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, ഏഷണി പറഞ്ഞ്, നിന്റെ അമ്മായിയെ കുറിച്ച്, മരുമോളെ കുറിച്ച്, നിന്റെ കുടുംബക്കാരെ കുറിച്ച്, അയൽവാസിയെ കുറിച്ച്, ദൈവദാസനെ കുറിച്ച്, നിന്റെ സഭവിശ്വാസിയെ കുറിച്ച് നുണ പറഞ്ഞിട്ട് നീ ആണോ സ്വർഗത്തിൽ പോയിരിക്കുന്നത്? നീ സ്വർഗത്തിൽ പോകത്തില്ല, നീ നരകത്തിൽ പോകും. ഹല്ലേലൂയ. യേശു പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? യേശു എന്താ പറഞ്ഞെന്നാ പറഞ്ഞേ? യേശു ക്രൂശിൽ ചുമന്നുകൊണ്ട് പോകുമ്പോൾ വലിയ പുരുഷാരം അവനെ അനുഗമിച്ചു. അവരെല്ലാം വിലപിക്കുക, സ്ത്രീകളെല്ലാം കരയുക. അപ്പൊ യേശു എന്താ പറഞ്ഞേ? തിരിച്ചരി പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. ഇത് പറയുവായ നമുക്ക് ഇന്ന് ലോകം മുഴുവൻ നമുക്കറിയാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ നോമ്പെടുക്കുക. 50 നോയമ്പാ. യേശു 40 നോമ്പെടുത്തുള്ളൂ. എന്നാൽ ക്രൈസ്തവ 50 10 കൂട്ടി വെച്ചിരിക്കുക.
ഹല്ലേലൂയ, സ്തോത്രം. ഒന്നെടുത്താൽ രണ്ടെന്നോട്. യേശു 40 ദിവസിക്കും, ഞങ്ങൾ 50 ദിവസിക്കും. അപ്പൊ യേശു ഓണം എടുക്കുക, ക്രൈസ്തവ സഭയാണ് എടുക്കുന്നത്. ആരാ എടുക്കുന്നത്? നിങ്ങളൊന്ന് താഴെ കമന്റ് ഇടണം കേട്ടോ. ആരാ എടുക്കുക? യേശു 40 ദിവസം, ക്രൈസ്തവ സഭ 50 ദിവസം. എന്നർത്ഥം ഞങ്ങൾ എപ്പോഴും യേശുവിന് മുകളിൽ നിൽക്കണമെന്നാണ്. യേശുവിന് കീഴ്പ്പെടുക എന്നുള്ളത് സമൂഹത്തിലില്ലെന്ന്, ക്രൈസ്തവർക്കില്ല. ഞങ്ങൾ എപ്പോഴും യേശുവിനേക്കാൾ മുകളിൽ നിൽക്കണം. യേശു പറഞ്ഞ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനും അവരെല്ലാം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ അംഗീകരിക്കണം, കീഴ്വഴക്കം ഉണ്ടായിരിക്കണം. യേശു പിതാവിനെ അനുസരിച്ചു, പിതാവിനെ കീഴ്പ്പെട്ടിരുന്നു, കീഴ്വഴക്കമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമാണ്, താൽക്കാലികമാണ്. ഇതെന്ന് ഈ ജീവൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവൻ എപ്പോൾ വിട്ടുപോകും എന്ന് നമുക്കറിയില്ല. ഹല്ലേലൂയ. ഏത് സമയത്ത് ഈ ശ്വാസം നിലയ്ക്കാം. പ്രൈസലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രി ഒരു രാത്രി 8 മണി വരെ 9 മണി വരെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പല്ലൊന്ന് ബ്രഷ് ചെയ്തപ്പോൾ എന്റെ വലത്തെ മോണക്കത്തെ താഴത്തെ സൈഡിലെ ഒരു പല്ലിന്റെ ഒരു കഷ്ണം ഇളകിപ്പോയി. പോടായിരുന്നു, ഭയങ്കര പോട്. അപ്പം പിന്നെ വായി വെള്ളം കൊള്ളാൻ പറ്റില്ല, ചൂടുവെള്ളം കൊള്ളാൻ പറ്റില്ല. രാത്രി മുഴുവൻ കഠിന വേദന. നേരം വെളുത്താലേ ദന്ത പോകാൻ പറ്റുള്ളൂ പല്ല് പറിക്കാൻ. എന്നിട്ട് നേരം വെളുക്കുന്ന കഠിന വേദന അനുഭവിച്ച് ഇന്നലെ പോയ പല്ലെടുത്ത് കഠിന വേദന, ആ വേദനയൊക്കെ ഉണ്ടായിട്ടും ഞാൻ നിങ്ങൾ മുമ്പിൽ ദൈവത്തിന് പ്രസംഗിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് എനിക്ക് പകലൊക്കെ ഒരുപാട് മീറ്റിംഗ് ഉണ്ട്, അതൊന്നും ഞാൻ മാറ്റി വെച്ചില്ല, എല്ലാം ചെയ്തു. ഇതൊക്കെ ഉണ്ട് ഞാൻ ചെയ്യുന്നത്. കാരണം കർത്താവിന്റെ സ്നേഹം. കർത്താവ് ക്രൂശിൽ കിടന്നപ്പോഴും പറഞ്ഞതെന്താ? വേദന എന്നെ ഈ പിതാവ് ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കുക. അപ്പൊ നമ്മുടെ ഈ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവ് ഞാൻ പറഞ്ഞത് കാരണം ഈ ഇത്ര ക്ഷണത്തിൽ നിസ്സാര നേരം കൊണ്ട് പല്ലിന്റെ ഒരു സൈഡ് ഇളകി വാ പൊളിക്കാൻ പറ്റാത്ത വേദന വന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ഏത് സമയത്ത് ജീവൻ പോകാം, ഏത് സമയത്തും മരണം വരാം. പക്ഷെ മരണം വന്നാലും മരണത്തോടുകൂടി നിത്യതയിൽ ഉണ്ടാകണം. മരണത്തോടുകൂടി നിന്റെ നിത്യത നീ നഷ്ടപ്പെടുത്താൻ, നിത്യതയിൽ നീ കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഞാൻ വലിയൊരു ക്രൈസ്തവനുമായിട്ട് സംസാരിച്ചു, മിക്കവാറും സംസാരിച്ചു. ആ ക്രൈസ്തവനായിട്ട് സംസാരിച്ച് അദ്ദേഹം പറയാ, എന്റെ സ്വർഗം ഈ ഭൂമിയാ, എനിക്കൊരു 2040 വരെ ജീവിക്കണം, അതുവരെ എന്റെ സ്വർഗം ഭൂമിയാ, പിന്നെ ഞാൻ സ്വർഗത്തെ ഒന്നും വിശ്വസിക്കുന്നില്ല. മരിച്ച് എവിടോട്ട് പോകാൻ, സ്വർഗത്തിലെങ്ങാനും ഇതല്ലേ സ്വർഗം. അത് വലിയൊരു ക്രൈസ്തവനാകട്ടോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ 2040 വരെ ഒരു വർഷം നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം കിട്ടും, നിങ്ങൾക്കത് ഉറപ്പ്. അതിനുമ്പോൾ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് ഇവിടെ പോകും. നിങ്ങൾ പറയുന്നത് ഈ കാണുന്ന സ്വർഗം ഭൂമിയാണെന്ന്. പക്ഷെ ഈ ഭൂമി ഒരിക്കലും സ്വർഗമല്ല. ഇത് മുള്ളും പറക്കാരും കൊണ്ട് നിറയപ്പെട്ടതാണ്. ദുഷ്ടന്മാര്, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, മതവിദ്വേഷികളെ കൊണ്ട് നിറയപ്പെട്ടതാണ്. യുദ്ധങ്ങളുള്ളതാണ്, ക്ഷാമങ്ങളുള്ള, ഭൂകമ്പങ്ങൾ, സുനാമികളുള്ളതാണ്, പ്രകൃതി ക്ഷോഭങ്ങളുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമി ഒരിക്കലും സ്വർഗമല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് തന്നെ അത് ദോഷമാ. നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളെ തന്നെ കുറ്റം വിധിക്കുന്നു. അദ്ദേഹം സമ്മതിക്കുന്നത് എന്റെ സ്വർഗം ഭൂമിയാണ്. ക്രൈസ്തവനൊക്കെയാ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അത്രയ്ക്കുള്ള വിവരമുള്ള തലയിൽ കണ്ട് മണ്ണാങ്കട്ട കയറിയിരിക്കുക. 55 വയസ്സ് 60 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും ഈ മനുഷ്യൻ പറയുക ക്രൈസ്തവന്റെ ഭൂമിയാണ് സ്വർഗമെന്ന്. അപ്പൊ തലയും മണ്ണാങ്കട്ടയല്ല ഇരിക്കുന്നത്, അല്ലേല് ചീറ് കീറിയിരിക്കുക. അങ്ങനെയുള്ള ആളുകൾ കിട്ടുന്നേ, അങ്ങനെയുള്ള ആളുകളുണ്ട്. എല്ലാവരെയും എന്നെ പറയുന്നത് കേട്ടോ. നമ്മൾ ഓരോരുത്തരുമായിട്ട് ഇടപെടുമ്പോഴാണ് യേശു എന്താണ് പറഞ്ഞത്? ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പൊ എന്നെ കേൾക്കുന്നത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചുവെന്ന് കാണാൻ കഴിയുന്നു. അത് നല്ല ശമരിക്കാരന്റെ ഉപമയൊന്ന് പഠിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പൊ സ്നേഹിക്കുന്നതിൽ നിറമോ ഗുണമോ പൊക്കമോ സൗന്ദര്യമോ പണമോ ഒന്നുമില്ല. ഈ സ്നേഹിക്കുന്നതിനകത്ത് നിറമില്ല, ഗുണമില്ല, പൊക്കമില്ല, സൗന്ദര്യമില്ല, അഴകില്ല, പണമില്ല, പ്രതാപമില്ല, പാരമ്പര്യമില്ല, ഉയർച്ചയില്ല, താഴ്ചയില്ല. നീയല്ലേ, ഞാനല്ലേ, നീ ആ ജാതിക്കാരനല്ലേ, നീ ഈ ജാതിക്കാരിയല്ലേ, നീ ആ വീട്ടിലല്ലേ, ഈ വീട്ടിലല്ലേ. അങ്ങനെ ഒന്നും സ്നേഹത്തിനില്ല കേട്ടോ. സ്നേഹം എന്ന് പറഞ്ഞ ഹൃദയത്തിൽ വരണം. അല്ലേ? സ്നേഹം ഹൃദയത്തിൽ നിന്നാണെങ്കിൽ നിന്റെ അരികിൽ വരുന്ന സകലരെ നീ ചേർത്ത് പിടിക്കും. അവന്റെ രൂപഗുണ ഭാവങ്ങളൊന്നും നോക്കാതെ ഹല്ലേലൂയ എല്ലാവരും നീ ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് സഹോദര.
മറ്റുള്ള സ്നേഹിക്കാൻ പറ്റുന്നു, മറ്റൊരു സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് സൗകര്യം. ആരെങ്കിലും നിന്നോട് സ്നേഹമായിട്ട് നിന്നെ സ്നേഹിച്ച നീ അവിടെ നിറവും അവരുടെ പണവും അവരുടെ സൗന്ദര്യവും അവരുടെ പൊക്കവും ഒക്കെ നിങ്ങൾ നോക്കാറില്ലേ? അവരുടെ കുറവുകൾ നിങ്ങൾ കണ്ടുപിടിക്കാറില്ലേ? നിന്റെ ഉള്ളിലാണോ ക്രിസ്തുവിന്റെ സ്നേഹമുള്ളത്? അങ്ങനെ മറ്റുള്ളവന്റെ കുറവുകളെ കണ്ടുപിടിച്ച് മറ്റുള്ളവന്റെ കുറവുകളെ തൂക്കി നോക്കിയിട്ട് നീ ഭൂമിയിൽ വേഷഭൂഷാദികൾ അണിഞ്ഞ് പ്രച്ഛന്ന വേഷധാരിയായി ഞാൻ എപ്പോഴും പറയുന്നൊരു ഭാഗം അത് കേട്ടോ. ഈ വലിയ ഭക്തിയുടെ അനുഭവത്തിൽ നിന്നാൽ സ്വർഗം നിനക്ക് കിട്ടത്തില്ല. സ്വർഗം കിട്ടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെയാകണം. ക്രിസ്തുവിന്റെ തലയോളം, ക്രിസ്തു എന്ന നിറവിനോളം, ക്രിസ്തു എന്ന തലയോളം, ക്രിസ്തുവിന്റെ നിറവിനോളം ഗുരുവിനെ പോലെ ഒക്കെ നമുക്ക് ആകാൻ ശ്രമിക്കണം. അല്ലേരി ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം ജഡത്തിന്റെ പ്രവൃത്തിയുണ്ട്. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ കർത്താവിന്റെ വരവിനോട് കൂടിയാ. അതുവരെ ജഡത്തിൽ പാപങ്ങളുണ്ടെന്നേ. ഈ ജഡം പാപം ചെയ്യും. ജഡം പാപം ചെയ്യുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നതിന്റെ നിത്യതയാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി നിൽക്കണം, നാം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിലാ, പ്രശ്നങ്ങളിലാ. കേരളം, ഭാരതം, ലോക രാജ്യങ്ങൾ എവിടെയാണ് സമാധാനമുള്ളത്? അധികാരത്തിന്റെ ഭ്രാന്തുമൂത്ത് അധികാരത്തിന് വേണ്ടി മനുഷ്യൻ തമ്മിലടിക്ക് ഒരു കസേരയ്ക്ക് വേണ്ടി എന്തെല്ലാം കോലാഹലങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ലോകരാജ്യം നടക്കുന്ന മതങ്ങൾക്കകത്ത് നടക്കുന്നത്. പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടു പോയ ജനം. കുടുംബത്തിലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ മൊബൈലൊക്കെ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വലുതായി. പിന്നെ ഭർത്താവ് അറിയാത്ത എത്ര ചാറ്റിംഗ് ആണ് സഹോദരി ഭാര്യമാർ ചെയ്യുന്നത്. ഭാര്യമാരറിയാതെ എത്ര ചാറ്റിംഗ് ആണ് സ്വാമി ഭർത്താക്കന്മാർ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര നിന്റെ ഫോണ്, എന്നെ കേൾക്കുന്ന സഹോദരൻ വിവാഹം കഴിച്ച കുടുംബജീവിതത്തിൽ സഹോദരന്മാരോട് വളരെ ചോദിക്കട്ടെ, നിന്റെ ഫോണ് നീ ലോക്ക് ചെയ്തില്ല, നീ നിന്റെ രഹസ്യ ലോക്കില്ല, രഹസ്യ താഴിട്ട് നീ പൂട്ടാൻ നിന്റെ ഫോണ് നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരുപോലെ നിന്റെ മാതാപിതാക്കും പ്രയോജനപ്പെടുന്ന ഫോൺ നിനക്ക് ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിനക്ക് നിന്റെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? സഹോദരമായിട്ട് ചോദിക്കട്ടെ, നിന്റെ ഫോൺ എന്തിനാണ് ലോക്ക് ഇടുന്നത്? എന്റെ ഫേസ്ബുക്കില്, എന്റെ വാട്സപ്പിനൊക്കെ നീ എന്തിനാണ് ലോക്ക് ഇടുന്നത്? വേറെ ആരും കാണുന്നത്? എന്താണ് അതിനകത്തെ രഹസ്യം? നിന്റെ ഭർത്താവിന് നോക്കാൻ ഇത് ചില വീട്ടിലൊക്കെ ഫോൺ വരുമ്പോഴും അമ്മമാർ എടുത്തുകൊണ്ട് ഓടുക, സൗകര്യമാര് മക്കൾ എടുത്തുകൊണ്ട് ഓടുക, ഭാര്യമാര് ഭർത്താവിന് ഫോൺ എടുത്തുകൊണ്ട് ഓടുക. പിന്നെ രഹസ്യം സംസാരിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് കളങ്കമുണ്ട്. നിന്റെ ഫോൺ നീ ലോക്ക് ചെയ്യരുത്. എന്റെ വീട്ടിലുള്ള എല്ലാം നിനക്കൊരു ഫോണൊന്നും എന്റെ മക്കളെടുക്കും. നിനക്ക് സമയം കിട്ടുന്നതിന് മക്കളുടെ ദാനം ചോദിക്കട്ടെ. ഞാനങ്ങനെ ജീവിച്ച ആളാണ് കേട്ടോ. എനിക്ക് ഫോണുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എൻ്റെ വൈഫ് മരിച്ചു പോയെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ മോളല്ല. എൻ്റെ ഫോണ് എൻ്റെ വീട്ടിൽ, ഞാൻ പുറത്താണെങ്കിൽ ഞാൻ ഫോണ് കയ്യിലില്ലെങ്കിൽ എനിക്കൊരു ഫോൺ വന്നാൽ ആരാ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയണം. അത് തന്നെ അവരെൻ്റെ ഫേസ്ബുക്ക് ഐ ഡി നോക്കണം, എൻ്റെ വാട്സപ്പ് നോക്കണം, എൻ്റെ മെസ്സഞ്ചർ നോക്കണം, ഞാൻ യൂട്യൂബിൽ അത് ചാനലുണ്ട് അത് നോക്കണം, ഇതെല്ലാം നോക്കണം. അത് വീട്ടിലുള്ള അറിയണം. അത് രഹസ്യമാക്കാൻ പാടില്ല. അങ്ങനെ നീ പലതും രഹസ്യമായി സൂക്ഷിച്ചിട്ട് രഹസ്യ ചാറ്റിംഗ് നടത്തിയിട്ടാണ് നീ സ്വർഗത്തിലേക്ക് പോകാൻ തിരിയുന്നത്. എന്നിട്ടാണ് നീ കൈയടിച്ച് പാടുന്നത്. രഹസ്യം നിന്റെ ഫോണ്, ഫേസ്ബുക്ക്, യൂട്യൂബ് നീ രഹസ്യമായിട്ട് പൂട്ടിവെച്ചിട്ട് നീ കൈയടിച്ച് പാട്ടുന്ന പാട്ടുമാണ് വലിയ അന്യഭാഷ പറയുന്നത്. യശഭൂഷാദികൾ പള്ളിയിലേക്ക് വന്ന് ഭക്തിയുടെ വേഷം ധരിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സൂരി, നിത്യതയിലേക്ക് നിങ്ങൾ ചെല്ലുമോ? എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഇല്ലാഞ്ഞതുകൊണ്ട് വളരെ സന്തോഷിക്കേണ്ടതുണ്ട്. അത് യേശു പറയാ, യെരൂശലേം പുത്രന്മാരെ എന്നെ ചൊല്ലി കരയണ്ട. നിങ്ങൾ ഇത് നോക്കണം. നിങ്ങൾ രാജ്യത്തിനൊരു കരയാവുന്നത്, രാഷ്ട്രങ്ങൾക്കിടയിൽ ഈ കരയാം. ഇവിടെ ജനത്തിനൊരു കരയ. കേരളത്തിൽ ഏകദേശം 3.25 കോടി എടുത്ത ജനമുണ്ട്. എണ്ണത്തിൽ പെടാത്തവർ, തലമുറകൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇവിടെ ഇന്ത്യയിലെ 145 കോടിയോളം ജനമാകുന്നു. ലോകരാജ്യം 800 കോടിയിലധികം കഴിഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന, മതങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാർക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അതിനില്ല. ഒരാൾ നിന്നോട് പ്രാർത്ഥന വിഷയം വിളിച്ചു പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നിടം വരെ നീ ഇനി പ്രാർത്ഥിക്കണം. പക്ഷേ വല്ലപ്പോഴും പ്രാർത്ഥിക്കുക, ഓർക്കുമ്പോഴും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നവരാ. എന്നോട് ഒരുപാട് പേര് പാസ്റ്റർ ഓർക്കുമ്പോൾ ഞാനും പ്രാർത്ഥിക്കുക. എന്നെ ഓർക്കുമ്പോൾ ആരും പ്രാർത്ഥിക്കണ്ട. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ആ വിഷയം എഴുതിയിട്ടേര് എന്ന് ഞാൻ പറയും. കാരണം വല്ലപ്പോഴും ഓർക്കാതെ ഞാൻ വാട്സപ്പ് നോക്കുമ്പോൾ അവരെക്കുറിച്ച് അവരുടെ വിഷയം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എല്ലാവരും പക്ഷെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കാം കേട്ടോ. അല്ലേ? പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കണം. പരസ്പരം ഓർത്തൊന്നും പ്രാർത്ഥിക്കരുത്. പരസ്പരം പ്രാർത്ഥിക്കാൻ നിനക്ക് ഉത്തരവാദിത്വ കടമയുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും പലപ്പോഴും യേശു പറയാത്തതാണ്. അല്ലേലിയ സോദരൻ, നമുക്കൊരു ആത്മസമർപ്പണം ഉണ്ടാകണം. സ്നേഹം,
ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതൻ ആമേ സ്തോത്രം. ആമേ നമുക്കറിയാം ആമേ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്തും അവർ രാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ച് കാരാഗ്രഹത്തിൽ വലിയ അത്ഭുതം നടന്നു. അല്ലയ്യ. ആമേ കാരാഗ്രഹത്തിൽ ഭൂകമ്പമുണ്ടായി. അവർ ചങ്ങല എഴിഞ്ഞു. കാരാഗ്രഹത്തിൽ കിടന്ന സകലരും ചങ്ങല എഴിഞ്ഞു. കാരാഗ്രഹം ഉറങ്ങി. ഉറക്കമുണർന്നു വന്നപ്പോൾ കാരാഗ്രഹം തുറന്നിരിക്കുന്നു. എല്ലാവരും കൂടി രക്ഷപ്പെട്ടു എന്നോർത്തവൻ തന്നെ വാളുരുക്കി കൊല്ലാനൊരുങ്ങി. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അതുവരെ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ തടവുള്ളികളായി കടന്നിരുന്ന പൗലോസും ശീലാസും അടക്കം ആമേൻ കാരാഗ്രഹ പ്രമാണിച്ച യജമാനെന്ന ഇപ്പോഴത്തെ കാരാഗ്രഹ പ്രമാണി അല്ലെങ്കിൽ പൗലോസിനും ശീലാസിനും തടവുള്ളികളെ വിളിക്കുക, യജമാനന്മാരി രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അല്ലേറിയ വേണമെങ്കിൽ പൗലോസും ശീലാസും പറയാം, നീ എന്നെ ഞങ്ങളെ ജയിലിട്ട് ചങ്ങലിട്ട് കൂട്ടിയത്, നീ അവിടെ കിടന്ന് അനുഭവിക്കുക എന്നാണ് പൗലോസ്. പക്ഷെ പൗലോസും ശീലാസും പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞ എന്താ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുക. അപ്പോസ്തലൻ 16:31. അത് സ്നേഹമല്ലേ? പൗലോസിന്റെ ശീലാസിന്റെ കാരാഗ്രഹ പ്രമാണിയെ കരുതുവാനുള്ള സ്നേഹിക്കൽ ചേർത്ത് പിടിക്കാൻ പൗലോസിനും ശീലാസിനും കഴിഞ്ഞെങ്കിൽ ആ സുവിശേഷമല്ലേ ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയാം. മറ്റൊരു അപ്പം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. അല്ലേലിയ. നമ്മൾ 118 സംഗീതം 15 വാക്യത്തിരിക്കുന്ന ഉല്ലാസത്തിനും ജയത്തിനും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഉല്ലാസത്തിന്റെ ജയത്തിനും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നിന്റെ വീട്ടിൽ അതുണ്ടായിരിക്കുക, നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ ഉണ്ടാകും, നിന്റെ സഭയാകുന്ന കൂടാരത്തിൽ ഉണ്ടാകും, നിന്റെ വാക്കുകളിൽ അതുണ്ടാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ 23-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങളാണ് വായിച്ചത്. ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രന്മാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. അതെ, പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. പ്രാർത്ഥനയ്ക്ക് മടങ്ങി. ലോക രാജ്യങ്ങൾ മുഴുവൻ കണ്ണുതിരി കടവും പ്രാർത്ഥനയിലേക്ക് മടങ്ങുക സഹോദര. നിന്റെ ഭവനത്തിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ജീവിതത്തിലുള്ള പ്രശ്നം, നിന്റെ കുടുംബത്തിന്റെ തലമുറ പ്രശ്നങ്ങൾ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, നിന്റെ മക്കളുടെ ജീവിതം, നീ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ലോകരാജ്യങ്ങളിൽ സങ്കടങ്ങൾ അനവധി, അതിന്റെ നിലയ്ക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക തയ്യാറാണോ? കണ്ടുകൾ വച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് കേരളത്തിനായി ഭാരത ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാൻ അടക്കമുള്ള അനേക രാജ്യ യുദ്ധത്തിൽ, അതുമുഖാൻ അനേക ഗൾഫ് രാജ്യങ്ങൾ സങ്കടത്തിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശത്തിന് കഷ്ടം സഹിക്കുന്നു. ലോകരാജ്യങ്ങൾ യുദ്ധഭീതിയുടെ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവിനെ പ്രാപ്തിയൊക്കെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, കുടുംബജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സൗരന്മാർ, കുട്ടികൾ, കുഞ്ഞുങ്ങൾ ദൈവഭയമില്ലാതെ പരസ്പര ശത്രുത പുലർത്തി തീവ്രവാദ ഭീകര വർഗീയത വളർത്തി ആയുധമെടുത്ത് പോരാടുന്ന രക്തം ചൊരിയുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ കർത്താവേ പരസ്പര സ്നേഹിപ്പാൻ യേശുവിനെ പോലെ നല്ലൊരു ഗുരുവായി, നല്ലൊരു മാതൃകയുള്ള ഗുരുവായി സ്നേഹം പകർന്നു കൊടുക്കുക ഒരു അനുഭവത്തിലേക്ക് പരസ്പരം ജനത്തെ ഒരുക്കണമേ. പാപത്തിന്റെ വശീകരണത്തകത്ത് ആരും അകപ്പെട്ടു പോകാതെ, നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവ് ജനത്തിന് മാനസാന്തരം കൊടുക്കുന്ന യേശുവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും അനുഭവത്തിന് വശന യാചകർ ഓർഫനേജുകളുടെ തടവറയിലായിരിക്കുന്നതിനായി കർത്താവ് കഷ്ടം വിദേശരായി കഷ്ടം സഹിക്കുന്ന ഒപ്പരപ്പെടുന്ന കുടുംബ ജീവിതത്തിൽ കലമുള്ള സഹോദരന്മാർ, സൗര്യന്മാർ, മക്കളെ കുറിച്ച് ഭാരപ്പെടുന്ന ജീവിതത്തിൽ വിവിധ പ്രതിസന്ധികൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, ആമിചാരം, മന്ത്രവാദം, ദുർമന്ത്രവാദം, ഭൂരികൾ, വിവിധ പ്രശ്നങ്ങൾ, ശാപത്ത് കീഴ്ക്കിടക്കുന്ന അങ്ങനെ വിവിധ പ്രതിസന്ധി കടന്നു പോകുന്ന സകല ജനത്തിൽ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തിന് വിടുതൽ കൊടുക്കണമേ. ലോകമ്പാട് ക്രൈസ്തവ ചേരിക്കണം ദൈവദാസന്മാർക്ക് വേണ്ടി ക്രൈസ്തവ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.